വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ലൈവ് ആപ്ലിക്കേഷൻ പ്രോസസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്, എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കി വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഇട്ടൊരു സിഗ്നേച്ചർ പ്രിഫറബിളി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു നല്ല സ്റ്റുഡിയോയിൽ പോയി എടുത്ത ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, പ്രത്യേകിച്ച് പറ്റുമെങ്കിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഒരു ഫോട്ടോ നിങ്ങൾക്ക് വേണം. രണ്ടും JPG ഫോർമാറ്റിലാണ് കേട്ടോ. സൈസ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 50 to 100 KB ആണ്. 50 to 100 KB നമ്മുടെ ഫോട്ടോയുടെ സൈസ് നിങ്ങൾ നേരത്തെ എടുത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 30 to 50 KB ആണ്. പിന്നെ നിങ്ങൾ ഇതിന് മുന്നേ റെയിൽവേ എക്സാംസിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് ഒന്ന് എടുത്ത് വെക്കുക. ആധാർ കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആധാർ കാർഡിൻ്റെ ആവശ്യം ഉണ്ടാവും. ഞാൻ പറ്റുന്ന സമയത്ത് പറഞ്ഞു തരാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ OBCയോ അല്ലെങ്കിൽ SC/ST ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ വാങ്ങി വെച്ചിട്ട് വേണം. കാരണം നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങി വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നിങ്ങൾ കഴിഞ്ഞ NTPC എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും. അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ ITI ഉണ്ടെങ്കിലും ഗ്രൂപ്പ് ഡി എക്സാംസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 18 മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് പുറത്തു വിട്ടിട്ടുള്ള നമ്മളുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ 31ാമത്തെ പേജ് നമ്മൾ എടുക്കുവാണെങ്കിൽ കേട്ടോ, 31ാമത്തെ പേജ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതുപോലെയുള്ള RRBയുടെ ഡിഫറെൻറ്റ് RRBയുടെ ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് സോണാണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സോണ് നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, നിങ്ങൾ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റ് ഏതാണെന്ന് നേരത്തെ നോക്കി വെക്കണം. അതുപോലെ തന്നെ ഓരോ സോണിലുമുള്ള വേക്കൻസി എത്രയാണെന്ന് നിങ്ങൾ നോക്കി വെക്കണം. അതിനുശേഷം വേണം നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട്. സോണും പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ വീഡിയോസ് ഇന്നും നാളെയുമായിട്ട് വരും. ഓക്കെ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെന്നൈ സോണിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോണിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നൈയുടെ ആ ഒരു ഹോം പേജിലേക്ക് എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ, അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ കൊടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റെയിൽവേയുടെ ആ ഒരു വെബ്സൈറ്റ് ഓൺ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ദാ ഈ വെബ്സൈറ്റിലേക്ക് പോയി ഈ ഹോം പേജിലേക്ക് നമ്മൾ എത്തി. ഈ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്ന് കാണാൻ പറ്റും. ഈ അപ്ലൈയിൽ നിങ്ങൾ ഇതുവരെയും ഒരു റെയിൽവേ എക്സാമിനും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ഇതുവരെ ഒരു എക്സാമിനും അപ്ലൈ ചെയ്യാത്ത ആളാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്യുക. ഞാൻ മുന്നേ റെയിൽവേ എക്സാംസിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്ത് പോവുകയാണ്. ഓക്കെ. സോ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്തു. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കും. നമുക്ക് നേരത്തെ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും. ഇനി നേരത്തെ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് കിട്ടും. ഓക്കെ. എന്നിട്ട് I am not a robot കൊടുത്തു. അതിനുശേഷം ലോഗിൻ കൊടുത്തു. ഓക്കെ. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ എത്തുന്ന സമയത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് നിങ്ങളുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 13 റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ അങ്ങനെ പല ലാംഗ്വേജസ് ഉണ്ട്. മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല ഇതിന് പുറമെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ഈ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ.
പിന്നെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. എക്സാമിനേഷൻ ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാൻ മറന്നുപോയി, നിങ്ങൾ നിങ്ങളുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കൂടെ എടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്യാനിരിക്കാനായിട്ട്. മുന്നേ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നേരത്തെ കൊടുത്തത് തന്നെ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. പഴയ അഡ്രസ്സ് അതുപോലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പണ്ടത്തത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ എടുത്തു. അവിടെ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ നമ്പർ പറയുന്നുണ്ട് 08/2024. ഓപ്പണിംഗ് ഡേറ്റ് 23/1/2025 ക്ലോസിംഗ് ഡേറ്റ് 22/2/2025. അതായത് ഫെബ്രുവരി 22-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ വീണ്ടും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏത് സോണിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, സോ നോക്കിയേ, ഇവിടെ ചെന്നൈ എന്നുള്ളത് കൊടുത്തു കേട്ടോ. ചെന്നൈ കൊടുത്തു. ഞാൻ ചെന്നൈ ആണ് ചൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോൺ ഇവിടെ ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്നെ ഇതുവരെ റെയിൽവേയുടെ ഒരു എക്സാംസിൽ നിന്നും ഡീബാർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കോളമാണ്. അതും കൂടെ ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു. ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഞാൻ ആദ്യം പറയുകയാണ്, ഇവിടുത്തെ കുറേ ഡീറ്റെയിൽസ് ഞാൻ ബ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതെല്ലാം തന്നെ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാനിവിടെ ബ്ലർ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ എന്നാലും എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ എടുത്ത് പറയാം. അപ്പം നമ്മളോട് ആദ്യം ചോദിച്ചേക്കുന്നത് നാഷണാലിറ്റി ആണ്. അപ്പം നിങ്ങളൊരു ഇന്ത്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ 10ാം ക്ലാസ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രായം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് തന്നെ ഇപ്പുറത്ത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റുള്ള ഫുൾ നെയിം എന്താണോ അത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഉള്ള അച്ഛൻ്റെ പേര്, അച്ഛൻ്റെയും അമ്മയുടെയും പേരൊക്കെ എങ്ങനെയാണോ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിലുള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അത് കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ നമ്പർ, പിന്നെ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റേറ്റസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മാരീഡ് ആണോ, സിംഗിൾ ആണോ, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് റിലീജിയൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിലീജിയൻ അകത്തും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിന് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ മദർ ടങ്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മദർ ടങ്കിനകത്ത് നിങ്ങളുടെ മദർ ടങ്ക് ഏതാണോ അത് കൊടുക്കാം. എനിക്ക് മലയാളമാണ്, അപ്പോൾ ഞാൻ മലയാളം എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് എക്സാം എഴുതുന്നത്, അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകൾ നമ്മൾ 2 കൊടുക്കണം കേട്ടോ. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ തന്നെ മാർക്ക് കൊടുക്കുക. അപ്പോൾ 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകൾ കൊടുത്തു. മാർഗോ അങ്ങനെ എന്തെങ്കിലുമാണ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയാണ്, ജനറൽ ആണോ, OBC ആണോ, SC ST ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് OBC ആണെങ്കിൽ നിങ്ങൾ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ പെടുമോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ OBC SC ST ആണെങ്കിൽ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരിക കേട്ടോ. അതുപോലെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനും ഡീറ്റെയിൽസ് കൊടുക്കണം. അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ഇവിടെ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അൺറിസർവ്ഡ് ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. റിസർവേഷൻ ഉള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ ക്രിമിലെയർ ആണോ, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാർ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ആരെങ്കിലും വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നോക്കുക. നിങ്ങൾ താലൂക്ക് ഓഫീസിൽ നിന്നാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിയതെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയണത് തഹസിൽദാരായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ കാസ്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരാഴ്ചക്കകത്ത് മാക്സിമം നമുക്ക് ഈ സാധനം കിട്ടും. അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയ ഇഷ്യൂ ചെയ്ത ഡേറ്റും കൂടെ നമ്മൾ കൊടുക്കണം. നമുക്ക് ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതായത് ഫെബ്രുവരി 22 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ എടുത്ത ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോഴേ എടുത്ത് വെക്കണം. നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങൾ എടുത്താൽ പോരാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോസ്റ്റൽ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മളുടെ സ്റ്റേറ്റ്, നമ്മളുടെ അഡ്രസ്സ്, ഡിസ്ട്രിക്റ്റ്,
നിയറസ്റ്റ് അല്ലെങ്കിൽ മേജർ ടൗൺ അല്ലെങ്കിൽ സിറ്റി ചോദിക്കുന്നുണ്ട്, അവിടുത്തെ പിൻകോഡ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും രണ്ടും ഒന്നാണെങ്കിൽ നമുക്ക് ഒന്ന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസന്റ് അഡ്രസ്സ് തന്നെയാണ് പെർമനന്റ് അഡ്രസ്സ് എങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ടിക്ക് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ അതർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. എക്സ് സർവീസ് മാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോറി കേട്ടോ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനു മുന്നേ റെയിൽവേയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. റെയിൽവേയിലെ കറണ്ട് എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രന്റിഷിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം റെയിൽവേക്ക് നമ്മൾ കൊടുക്കുന്ന എക്സാമിനേഷൻ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. ബാങ്ക് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ബാങ്കിൻ്റെ IFSC കോഡ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അതെല്ലാം കൊടുക്കുക. ബാങ്കിൻ്റെ പേര് ഏതാണെന്ന് നോക്കുക. അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം അത് നമ്മുടെ പേര് തന്നെ ആയിരിക്കണം. എന്നിട്ട് അത് സേവ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ആണ് ബേസിക് ആയിട്ട് വേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ITI അല്ലാന്നുണ്ടെങ്കിൽ NIC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ക്വാളിഫിക്കേഷൻ്റെ ഭാഗത്ത് ആഡ് ചെയ്യുക. എനിക്കതില്ല, ഞാൻ മെട്രിക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അത് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സമയമാണ്. നമുക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫും അതുപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഫോട്ടോഗ്രാഫ് നമുക്ക് 50 to 100 KB ഇടയ്ക്കാണ് വരേണ്ടത്. ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സ്പെസിഫിക്കേഷൻ ഓഫ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട്. റീസെന്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, നോട്ട് ഓൾഡർ ദാൻ 2 months. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ സൈസ് ആണ് കൊടുത്തിരിക്കുന്നത് 35x45 mm അല്ലെങ്കിൽ 320 x 240 പിക്സൽസ്. JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 50 to 100 KB ആയിരിക്കണം. പിന്നെ മൊബൈൽ ഫോണോ സെൽഫിയോ ഒക്കെ വെച്ച് എടുക്കുന്ന ഫോട്ടോസ്, അതായത് മൊബൈൽ ഫോണിലെടുത്ത സെൽഫിയോ കാര്യങ്ങളോ ഒക്കെ തന്നെ റിജക്റ്റ് ആവാനുള്ള സാധ്യത കൂട്ടും എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയി തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോട്ടോയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ഉണ്ടായിരിക്കണം. ക്യാപ്പോ അതുപോലെ തന്നെ എന്താ പറയുക സ്കാർഫോ ഒന്നും വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ മുഖത്തേക്ക് മുടി വീണിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിൻ്റെ തൊപ്പിയുടെ ഒക്കെ ഷാഡോ കൊണ്ടൊക്കെ മുഖം മറയുന്ന രീതിയിലുള്ള ഫോട്ടോ ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം കണ്ണാടി വെക്കാതെ എടുക്കുക. കണ്ണാടി വെച്ചെടുക്കുന്ന ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോയുടെ കണ്ണാടിയിൽ ഗ്ലെയറോ അല്ലെങ്കിൽ റിഫ്ലക്ഷൻസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കണ്ണ് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ണാടി ഊരിയിട്ട് ഫോട്ടോ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാണ്ട് നിങ്ങളുടെ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഫോട്ടോസിൻ്റെ ഒരു രീതിയും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ണിലേക്ക് മുടി വീണിരിക്കുന്ന ഫോട്ടോ, കണ്ണടഞ്ഞിരിക്കുന്ന ഫോട്ടോ, തൊപ്പി വെച്ചിട്ടുള്ള ഫോട്ടോ, സൺഗ്ലാസ് വെച്ചിട്ടുള്ള ഫോട്ടോ, പോർട്രേറ്റ് സൈഡ് വൈസ് ഫ്രണ്ട് വ്യൂ അല്ലാത്ത ഫോട്ടോ, ടൂ മച്ച് ലൈറ്റ് ഉള്ള ഫോട്ടോ, വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ഫോട്ടോ, അതുപോലെ തന്നെ സ്കാർഫ് ഇട്ടിട്ടുള്ള ഫോട്ടോ. ഓക്കെ, ഇത്രയും ഫോട്ടോസ് എന്തായിരിക്കും റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്കാർഫ് ഇട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതുപോലെ നെറ്റി മറയാത്ത രീതിയിൽ മുഖം കംപ്ലീറ്റ് ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള ഈ രീതിയിലുള്ള ഫോട്ടോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫേഷ്യൽ ഫീച്ചേഴ്സും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഫോട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ബ്രൗസ് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. ബ്രൗസ് കൊടുക്കുന്നു. ബ്രൗസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോയുടെ ഒരു പ്രിവ്യൂ ഇവിടെ കിട്ടും. അത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ടിക്ക് കൊടുക്കാം. അപ്പോൾ ഫോട്ടോ അപ്ലോഡായി കിട്ടും.
ഓക്കെ, ഇതിന് ശേഷം നമുക്കിനി സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. ഇത്ര നേരം ഞാൻ നിങ്ങളെ ലൈവായിട്ടാണ് അപ്ലൈ ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ റെയിൽവേയുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഹാങ് ആയിട്ടാണുള്ളത്. നമുക്കൊരു ഓൾമോസ്റ്റ് ഞാൻ രാവിലെ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ വൈകിട്ടൊരു 5 മണിയായി. ഇതുവരെയും വെബ്സൈറ്റ് ഓക്കെ ആയിട്ടില്ല. സിഗ്നേച്ചർ അപ്ലോഡ് ആവുന്നില്ല. മേ ബി കുറച്ച് സമയം എടുക്കുമായിരിക്കും അത് ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി സൺഡേ ഒക്കെ കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന് താഴെ തന്നെ എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സിഗ്നേച്ചറിൻ്റെ കണ്ടീഷൻസ് പറയുന്നത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് എന്നാണ്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ ബ്ലാക്ക് ഇങ്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ബ്ലാക്കിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. റണ്ണിങ് ലെറ്റേഴ്സിലായിരിക്കണം, ബ്ലോക്ക് ലെറ്റേഴ്സിലാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷൻ എന്ന് പറയുന്നത് 50x20 mm അല്ലെങ്കിൽ 140x60 പിക്സൽസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. 30-50 KB ഇടയിലായിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സ്വന്തം സിഗ്നേച്ചർ ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ ഓപ്പൺ ആയി വരും. നിങ്ങൾ എവിടെയാണോ സിഗ്നേച്ചർ സേവ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യുക. നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സേവ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. സേവ് കൊടുത്തത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സേവ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ഏരിയയിലായിരിക്കും എത്തുന്നത്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ കൂടുതൽ താല്പര്യം ആ പോസ്റ്റ് ഫസ്റ്റ് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ SCR അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഈ പോസ്റ്റിനോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ഇവിടെ വരും, ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് താല്പര്യം SCR അസിസ്റ്റൻറ്റ് കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്നതാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരും. അങ്ങനെ എനിക്ക് ഏത് ജോലിയോടാണോ കൂടുതൽ താല്പര്യം ആ പോസ്റ്റ് ഫസ്റ്റ് വരിക എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ഐ ഹാവ് എക്സസൈസ്ഡ് ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡർ ഓഫ് പോസ്റ്റ് പ്രിഫറൻസ് ഫോർ ദ പോസ്റ്റ് ഐ ആം ഇൻട്രസ്റ്റഡ് ടു അപ്ലൈ. അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പോസ്റ്റുകളെല്ലാം നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ഓർഡറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്ത പോസ്റ്റിനാണോ ആ പോസ്റ്റ് ഫസ്റ്റ് വരിക എന്നുള്ള രീതിയിലുള്ള ഓർഡറിൽ തന്നെ കൊടുക്കുക. പോസ്റ്റ് പ്രിഫറൻസ് എടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അനിൽ സാർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റ് എല്ലാം നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടതിന് ശേഷം ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് വീണ്ടും 3 ചെക്ക് ബോക്സുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല. നമ്മൾ എക്സാമിൽ നിന്ന് ഇതുവരെ ഡീബാർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് നമ്മുടെ എക്സാമിൻ്റെ ഫൈനൽ റിസൾട്ട്സ് ബാക്കിയുള്ള ഓർഗനൈസേഷൻസുമായിട്ട് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ട്രൂ ആണെന്നുള്ള കാര്യം. ഈ 3 കാര്യമാണ് 3 ചെക്ക് ബോക്സിലായിട്ടുള്ളത്. ഈ 3ഉം എന്ത് ചെയ്യണം? നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മളുടെ പ്ലേസ്, ഇപ്പം നമ്മൾ ഏത് പ്ലേസിലാണോ ഉള്ളത് അത് കൊടുക്കുക. സോണല്ല, നമ്മളുടെ പ്ലേസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഡാറ്റ ഇവിടുത്തെ സേവ് എന്ന് പറയുന്ന ഇതിൽ കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം എനിക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള സെഷൻ വരും. പേയ്മെൻ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ 250 രൂപയാണ് വരിക. അല്ലാത്തവർക്ക് 500 രൂപ വരും. ഇപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ കാർഡാണോ ഓൺലൈൻ പേയ്മെൻ്റ് ആണോ? ഓൺലൈൻ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് എന്താ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൺലൈൻ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുക. കാർഡാണെങ്കിൽ കാർഡിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടെ അക്സെപ്റ്റഡ് ആയിട്ട് കാണും. പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്നുള്ള രീതിയിൽ കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാംസിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ട്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, അങ്ങനത്തെ ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ദിശ അക്കാഡമി
SSC RRB ബാങ്കിനൊക്കെ കോച്ചിങ് കൊടുത്തു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിനൊക്കെ നമുക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് പേജിൽ തന്നെ റിസൾട്ട്സും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഒട്ടും എന്താ പറയുക ഫൈനാൻഷ്യലി ഓക്കെ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നോക്കി പഠിച്ചാൽ തന്നെ ഗ്രൂപ്പ് ഡിയുടെ ഒരുപാട് വീഡിയോസ് അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇനിയും നമ്മൾ വീഡിയോസ് തരും, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി അതല്ല നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദിശയുടെ ഓൺലൈൻ കോച്ചിങ്ങിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് നമ്മുടെ ആപ്പ് ദിശ ലേണിംഗ് ആപ്പ് വഴിയായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. 25, 26, 27 അതായത് 27-ാം തീയതി തിങ്കളാഴ്ച വരെ നിങ്ങൾക്ക് റിപ്പബ്ലിക് ഡേ 15% ഓഫർ അവൈലബിൾ ആണ് കേട്ടോ ഗ്രൂപ്പ് ഡി കോഴ്സിന്. അപ്പോൾ ഇപ്പോൾ 3000 രൂപയുടെ കോഴ്സാണ്, അതിന് 15% ഓഫർ ഉണ്ടാവും. ഈ ഓഫറിൽ നിങ്ങൾക്ക് 27-ാം തീയതി വരെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ 8075753676 എന്ന നമ്പറിലേക്കോ അതല്ല 7012615062 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ദിശ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ലിങ്കിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും ഫ്രീ മെറ്റീരിയൽസും ഒക്കെ ഉണ്ട്. ഗ്രൂപ്പ് ഡിക്ക് ആണെങ്കിലും ഒരുപാട് ഡെമോ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. ഇത്ര ചെറിയ ഫീസിന് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ മൊത്തം സിലബസും കവർ ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ലൈവ് കാണാനുള്ള സമയം കിട്ടിയില്ല, ലൈവിൻ്റെ സമയത്ത് നിങ്ങൾ ബിസി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് സെഷൻസും ഇതേ ആപ്പിൽ നിന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സിൻ്റെ PDF നോട്ടുകളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മാത്രമല്ല ഫുൾ ടൈം വാട്സപ്പ് വഴി ഒരു മെൻറ്റർ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടും ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളോട് ജസ്റ്റ് ഈ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇനി ഓഫ്ലൈനായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദിശയ്ക്ക് തന്നെ തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, അതുപോലെ തന്നെ കാലിക്കറ്റ്, തൃശ്ശൂരൊക്കെ പുതിയ ബാച്ചുകളുണ്ട്. അപ്പം ഈ ബാച്ചുകൾ ഗ്രൂപ്പ് ഡിയുടെ പുതിയ ക്ലാസ് വരുന്ന ഫെബ്രുവരി 3-നും 5-നും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആപ്ലിക്കേഷൻ വളരെ സൂക്ഷിച്ച് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കരുത് കേട്ടോ. ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒക്കെ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം അത് അപ്ലൈ ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷനിലേക്ക് പോവുക. 4 ടൈം സിഗ്നേച്ചറൊക്കെ നോക്കി നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഞാൻ ഇത് ചെയ്യുന്നത് 25-ാണ്. ഈ 25-ന് തന്നെ വെബ്സൈറ്റ് ഹാങ് ആണ്. നമുക്ക് ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ വെബ്സൈറ്റ് ഹാങ് ആയി. ഫെബ്രുവരി 20-ക്ക് ശേഷമൊക്കെ നിങ്ങൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഹാങ് ആയിരിക്കും. നമുക്ക് ആരോടും പരാതി പറയാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സിന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ഹാവ് എ നൈസ് ടൈം. ബൈ.